അവരുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗം പരിശോധിച്ചാൽ ദുഃഖമാണെന്നാൽ സ്വർഗത്തിൽ ഇത് വലിയൊരു സന്തോഷമാണ്. യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. കർത്താവിന് സ്തോത്രം. അമ്മച്ചിയെക്കുറിച്ച് ഇവിടെ കേട്ട നല്ല വചനങ്ങൾക്കായി വാക്കുകൾക്കായി സ്തോത്രം. ആരെന്തെല്ലാം പറഞ്ഞാലും അമ്മച്ചി കേൾക്കുന്നില്ല, അമ്മച്ചി കേൾക്കാനൊക്കത്തില്ല. ലോകത്തിലെ എല്ലാ മൈക്ക് സെറ്റുകളും വെച്ച് വിളിച്ചു പറഞ്ഞാലും അമ്മച്ചി കേൾക്കാനൊക്കത്തില്ല. എന്നാൽ ഒരു ദിവസം അമ്മച്ചി കേൾക്കും. ഇനിയും കേൾക്കാൻ പോകുന്ന ആ ശബ്ദം കർത്താവിൻ്റെ കാഹളമായിരിക്കും. ആ കാഹളം ധനിക്കുമ്പോൾ അമ്മച്ചി ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിശ്വാസം നമുക്കുണ്ട്. അത് കർത്താവ് സ്ഥിരീകരിച്ചൊരു വിഷയമാണ്. സ്വപ്രസംഗിൽ പ്രകാരം ശലോമോൻ പറയുന്നു, തൻ്റെ പരീക്ഷണത്തിൽ കണ്ട ഒരുപാട് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവർക്കൊക്കെയും പ്രത്യാശയുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് ജീവിച്ചിരിക്കുന്നവർ, രണ്ട് മരിച്ചവർ. അങ്ങനെയെങ്കിൽ അമ്മച്ചി മരിച്ചിട്ടില്ല, അമ്മച്ചി ഇന്നും ജീവിക്കുന്നു. അമ്മച്ചിക്ക് മരിക്കുവാൻ കഴിയയില്ല. അമ്മച്ചി ഇന്നും പ്രത്യാശയോടെ ഇരിക്കുന്നു. എന്താണ് ആ പ്രത്യാശ? യേശു കർത്താവ് വരും. പ്രതിഫലങ്ങൾ വിഭാഗിക്കുമ്പോൾ എനിക്കുള്ളത് എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ വാങ്ങിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യും, യുഗായുഗം എന്നേക്കും ആ നിത്യജീവൻ പ്രാപിച്ച് കർത്താവോടെ വാഴും എന്നുള്ളതായ പ്രത്യാശ ഇന്നും അമ്മച്ചിയുടെ ഹൃദയത്തിലുണ്ട്. ഈ പാർത്ഥിവ ശരീരമല്ല അമ്മച്ചി. അമ്മച്ചി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ അല്ല, കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സൂക്ഷകളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓർപ്പിച്ചും കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ അനുശോചനം എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് അത്ര ചേരുന്നതെന്ന് ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അനുമോദനമാണ്. ഏറിയ വർഷങ്ങൾ കർത്താവിനെ സേവിച്ചു നിന്ന അമ്മച്ചിക്ക് സകല അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുകയും അതേ തുടർന്ന് പാസ്റ്റർ ജെ ഷോമേൽകുട്ടി, പാസ്റ്റർ KT എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകളിൽ സംസാരിക്കുകയും ചെയ്യും. Yeah.
മെമ്പറായിരിക്കുന്ന ജോസഫ് മാത്യു മുൻപോട്ട് വന്ന് ചില വാക്കുകൾ. ആദരണീയരായ ദൈവദാസന്മാരെ, ബഹുമാന്യനായ ഈ അമ്മച്ചിയുടെ വേർപാടത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറല്ല. എൻ്റെ സ്വദേശം ഓതറയാണ്. കഴിഞ്ഞ 10 വർഷമായി ഗ്രാമപഞ്ചായത്ത് അംഗമായി നല്ല സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓതറ പഴയകാവാണ് എൻ്റെ സ്വദേശം. അമ്മച്ചിയുടെ മരണം അറിഞ്ഞ് ഇവിടേക്ക് കടന്നു വന്നു. മറ്റ് ബന്ധങ്ങളൊന്നും എനിക്ക് ഭവനവുമായി ഇല്ല. പക്ഷെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിച്ച് നന്നായി ജീവിച്ച നല്ല ദൈവഭക്തിയുള്ള ഒരു അമ്മച്ചിയുടെ വേർപാട്. വഴികളിൽ കൂടെ കടന്നു പോയപ്പോൾ ആ അമ്മച്ചിയെ ഒരു നോക്ക് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതിന് പ്രകാരമാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും മരണം അനിവാര്യമാണ്. ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് മരണം. ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വേർപാട് നമുക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിലും സ്വർഗീയ ഭവനത്തിലെ സന്തോഷം, അത് തീർച്ചയായിട്ടും ഓരോ സത്യവിശ്വാസിക്കും, ഒരു ദൈവവിശ്വാസിക്ക് സ്വർഗീയ ഭവനത്തിലെ നിത്യജീവൻ, അത് പേരെഴുതി ചേർക്കപ്പെട്ട ഒരു വലിയ വിശ്വാസത്തിൻ്റെ അന്തസ്സത്തയാണ്. തീർച്ചയായിട്ടും പ്രത്യാശയോടെ വിടവാങ്ങിയിരിക്കുന്ന ഈ അമ്മച്ചിക്ക് സ്വർഗീയ ഭവനത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാകും. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ഒരുമിച്ച് കാണാം. വിലാപത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് 20 പേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെതായ അനുശോചനം അറിയിക്കുന്നു. ഇതിനവസരം തന്ന കുടുംബാംഗങ്ങളോടും ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് കറിയ മുൻപോട്ട് വന്ന ചില വാക്കുകൾ പറയാം. അതേ തുടർന്ന് മിസ് മറിയാമ്മ OEMS സ്കൂളിൽ നിന്ന് പ്രതിനിധിച്ച് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഇപ്പോൾ പലർക്കും അറിയത്തില്ലാതുകൊണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി 2 വാക്ക് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള തേവർകാട് സെൻറ്റ് മാത്യൂസ് മാർത്തോമാ ഇടവകയിൽ സുവിശേഷകനായി ഞാൻ പ്രവർത്തിച്ചു. ആ സമയത്ത് ഈ കുടുംബം, അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള അമ്മച്ചി, പ്രിയപ്പെട്ട അങ്കിള്, അതുപോലെ മക്കള്, കൊച്ചുമക്കളെല്ലാവരും ഈ ഇടവകയുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇവിടെ ഒരു ചെറിയ പള്ളി പണിത അവസരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ മക്കളിൽ ഒരു മകളുടെ പേര് മറന്നുപോയി, ലിജിയും മറ്റും അന്ന് ചെയ്ത ഒരു വിഷയം ഞാൻ ഓർക്കുകയാണ്. ക്രിസ്മസിൻ്റെ കാലയളവിലായിരുന്നു. അന്ന് പകലിൽ ഇവിടെ ഒരു ലിജിയുടെ നേതൃത്വത്തിലൊരു 10-15 പിള്ളേർ സംഘടിച്ച് വീടുകളിലൊക്കെ പോയി പാട്ടുപാടി കിട്ടിയ പണം അന്ന് കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ ദൈവാലയത്തിൻ്റെ കുദാശയ്ക്ക് വന്ന സമയത്ത് ലിജിയുടെ നേതൃത്വത്തിൽ കിട്ടിയതായിട്ടുള്ള പണം കൊണ്ട് തിരുമേനി ഏൽപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാനും ഇവിടെ ഉണ്ട്. ഇന്ന് അവർ വളർന്നു വലിയവരായി പല മേഖലകളിൽ പ്രവർത്തിക്കുന്നെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ബന്ധം ഇന്ന് നിലനിൽക്കുന്നു. അതുമാത്രമല്ല, ഞാൻ തിരുവല്ലയിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നതായിട്ടുള്ള സമയത്ത് പലപ്പോഴും ഈ അമ്മച്ചിയുടെ ഭവനത്തിൽ വിളിച്ച് ഭക്ഷണം തരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആ കാലത്തൊക്കെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ
ഒരു ദൈവ പൈതലിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അടയാളമായി പലപ്പോഴും ആ വിധത്തിൽ ആതിഥ്യം സ്വീകരിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലും എൻ്റെ കാഴ്ചപ്പാടിലും ഈ അമ്മച്ചി ഇത്ര ലളിത ജീവിതം നയിച്ച സൗമ്യതയോടുകൂടി ജീവിച്ച ഒരു അമ്മച്ചിയാണ്. അത് വളരെ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരാളോടും ഒന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒച്ച വെച്ച് സംസാരിക്കുകയോ ഒന്നും ജീവിതത്തിൽ കേട്ടിട്ടില്ല. എല്ലാ വിഷയങ്ങളും വളരെ സമയത്തോടെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ ആ വിധത്തിൽ ജീവിച്ച ഒരമ്മച്ചി ദൈവം നിത്യതയിൽ നിൻ്റെ ദാസിയെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. കുറേ നാളുകളായി വേണ്ടത്ര സുഖമില്ലാതിരുന്നു എന്നുള്ളതറിയാം, ഇടയ്ക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നിത്യതയിൽ തൻ്റെ മകള് അവകാശിയായി തീർന്നിരിക്കുന്നു. ഇവിടുത്തെ ബന്ധം കൂടെ പറയുകയാണെങ്കിൽ ഈ അമ്മച്ചിയുടെ കൊച്ചു മരുമകൻ കൊച്ചിയിലുള്ള ജയ്ജി എന്ന് പറയുന്നത് ജയ്ജിയുടെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയാണ് എൻ്റെ ഭാര്യ, വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധവും നിലനിൽക്കുന്നു എന്ന സമയത്ത് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ അത്ഭുത പ്രവർത്തനങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസിയുടെ ധന്യ ജീവിതത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ദാസിയെ യാത്രയയക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിവിടെ വന്നത് കുഞ്ഞും ഞാനും ഒരുമിച്ച് ഞങ്ങൾ സഹപ്രവർത്തകരാണ്. OEM സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഇവിടുത്തെ സ്റ്റാൻലി, ഹണി, ജെറിൻ, മെറിൻ ഇവരെല്ലാവരും എൻ്റെ സ്റ്റുഡൻസാണ്. പിന്നെ ഞാനും ഇരവിപേരൂർ ഇമ്മാനുവൽ മർത്തോമപ്പള്ളിയിലാണ് എൻ്റെ മാതൃ ഇടവക. അപ്പോൾ എൻ്റെ അമ്മയും ഈ അമ്മച്ചിയൊക്കെ ഒരുമിച്ച് സേവികാ സംഘത്തിലുമൊക്കെ വർക്ക് ചെയ്തവരാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും എന്നോട് പറയും അമ്മയുടെ കാര്യവും എൻ്റെ മാവിയുടെ കാര്യവും ഒക്കെ ചോദിച്ച് വളരെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു അമ്മച്ചിയായി. കാര്യം മിക്കവാറും ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ മക്കളുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധം ഇപ്പോഴും പുലർത്തുന്നു. പിന്നെ അമ്മച്ചി വളരെ ഭാഗ്യം ചെയ്തൊരു അമ്മച്ചിയായിരുന്നു. കാര്യം മക്കളുടെ ശുശ്രൂഷ നല്ലവണ്ണം ഏറ്റുവാങ്ങാൻ സഹായിച്ചൊരു ദൈവം അനുവദിച്ചൊരു മാതാവ്. കാര്യം ഇപ്പോഴത്തെ കാലത്ത് പല മാതാക്കൾക്കും ലഭിക്കാത്തൊരു ഭയങ്കരമായ ഒരു ഭാഗ്യം മക്കളും കൊച്ചുമക്കളും ഒക്കെ വളരെ കാര്യമായിട്ട് നോക്കിയത്. കാര്യം കുഞ്ഞൊക്കെ മിക്കവാറും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അറിയാം. പിന്നെ LC ഷീല അവരൊക്കെ ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അവർ എന്തുമാത്രം അമ്മച്ചിക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നറിയാം. കാര്യം ഞാനും എൻ്റെ മാതാവ് ഈ അടുത്ത കാലത്താണ് മരിച്ചത്. പിന്നെ എൻ്റെ അമ്മായിയപ്പൻ ഈ അടുത്ത സമയത്ത് സമ്മതിച്ചത്. അപ്പം എനിക്കറിയാം ഓരോരുത്തരും എന്തുമാത്രം ഒരു ക്ഷീണാവസ്ഥയിൽ കിടക്കുന്ന ഒരു മാതാവിനെയോ പിതാവിനെയോ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ കുറ്റങ്ങളും കുറവുകളും കാണും. പക്ഷേ അവർ എന്ത് സഹിഷ്ണുതയോടെയാണ് മാതാവിനെ ശുശ്രൂഷിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ മക്കളെ ഓരോരുത്തരെയും ദൈവം സമാധാനപ്പെടുത്തട്ടെ. തക്ക സമയത്ത് അമ്മച്ചി ഇവരെല്ലാവരും 25-ാം തീയതി കഴിഞ്ഞ ദിവസം കുഞ്ഞ് പറഞ്ഞായിരുന്നു എല്ലാവരും 25th എങ്ങാണ്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അമ്മച്ചിയോട് പറഞ്ഞു മക്കളെല്ലാം വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ പ്രത്യാശയോടെ അമ്മച്ചിക്ക് കടന്നു പോകാൻ സാധിച്ചു. അമ്മച്ചിക്ക് അറിയാമായിരുന്നു അമ്മച്ചിയുടെ മക്കളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് നല്ലൊരു യാത്രയപ്പ് ദൈവമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മക്കളെ എല്ലാവർക്കും ദൈവമായ കർത്താവ് സമാശ്വാസം നൽകട്ടെ. നിങ്ങൾ നിത്യതയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ അമ്മച്ചിയോട് കൂടി അവിടെ അപ്പച്ചനും അവിടെ കൊണ്ട് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് സമയം ചെലവഴിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സമയം തരും. OEM സ്കൂളിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം പേരിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വന്ന വാക്കുകൾ സംസാരിക്കേണ്ടത് കൊണ്ട് സംസാരിക്കുന്നവർ വളരെ ചുരുക്കത്തിൽ സംസാരിപ്പാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നത്. തുടർന്ന് പാസ്റ്റർ വിജി ഈശോ ഫിലദൽഫിയ കോട്ടയം ചർച്ച്, പാസ്റ്റർ ജേക്കബ് റീച്ച് ഔട്ട് തിയോളജിക്കൽ സെമിനാരി പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ വർഷങ്ങളുള്ള പരിചയം പ്രിയ ഭവനമായിട്ട് എനിക്കുണ്ട്. ഈ ഭവനത്തിൽ പലപ്പോഴും കടന്നു വരുവാനും പ്രാർത്ഥന നടത്തുവാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ശാന്തവും അതിസൗമ്യതയോടും കൂടെ ഇടപെടുന്നതും വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരനുഭവം എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായി തനിക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറകളെ വളരെ അടുക്കോടും ചുറ്റിയോടും ദൈവഭയത്തോടും കൂടെ വളർത്തുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു എന്നുള്ളത് ഏറ്റവും
എനിക്ക് സന്തോഷം പകർന്ന കാര്യമാണ്. തലമുറകളൊക്കെ എല്ലാവരും കർത്താവിൻ്റെ വേലയിലാണ്. പ്രിയ മൂത്ത മരുമകൻ റവറൻഡ് ഡോക്ടർ എബ്രഹാം വർഗീസ് ഗോസ്പൽ ഫോർ ഇന്ത്യയുടെ സ്ഥാപക പ്രസിഡന്റ്, റീച്ച് ഔട്ട് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയ ലില്ലുകുട്ടി മാമ, അതുപോലെ പാസ്റ്റർ കെ പി ശിവമേൽ അവറുകൾ, മാത്യു സ്കൂളിലുള്ള പാസ്റ്റർ കുഞ്ഞ്, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അമേരിക്കയിലായിരിക്കുന്ന പീറ്റർ ശിവമേൽ പാസ്റ്റർ, ഇവരെല്ലാം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയാണ്. അതിന് പ്രചോദനകരമായി തീർന്നത് പ്രിയ മത്തായിക്കുട്ടിച്ചാനും പ്രിയ അമ്മാമയും വളരെ ദൈവകൃപയിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തി എന്നുള്ളതാണ്. ഒരു നിശബ്ദ സുവിശേഷകയായി ജീവിതത്തിൽ താനായിരുന്നു. പുറമെ വലിയ ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിശബ്ദമായി അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, തനിക്കുള്ള തലമുറകളെ ദൈവത്തിന് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഫിലദൽഫിയ സഭയുടെയും പ്രത്യാശ ഇത്തരത്തിൽ രേഖപ്പെടുത്തി ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് യാത്രയെ കൊടുക്കുന്ന ഈ വേളയിൽ ഇവിടെ ആയിരിക്കാൻ കോണം ദൈവം എനിക്ക് നിന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ആയിരിക്കുന്നത് റീച്ച് ഔട്ട് തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണ്. ചില വർഷങ്ങളായി ആ സ്ഥാപനത്തിൽ ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിനിക്കിടയാക്കുന്നു. അന്ന് മുതൽ പ്രിയ രായ്ച്ചാനുമായും ശ്രീ എസ് ഐ സാറുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുവാൻ്റെ കൊണ്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിലും പ്രിയ മാതാവിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളുടെ വേളകളിൽ വന്ന് കാണുവാൻ്റെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ട് കർത്താവ് ഇടയാക്കി. ഓരോ ദിവസവും സൈ സാറ് അമ്മയെ തൻ്റെ കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. അവയെ വന്ന് കണ്ടപ്പോൾ തന്നെ വളരെ ഭാഗ്യമേറിയ ഒരു മാതാവാണെന്ന് മനസ്സിലാക്കുവാൻ്റെ കൊണമടിയായി തോന്നുന്നു. തൻ്റെ തലമുറകളെ വളരെ അടുക്കോടും ചിട്ടയോടും കൂടെ വളർത്തുവാൻ, അതിലുപരി ചിലരുടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ്റെ കവണ്ണം കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് വചനം ഇങ്ങനെ ഓർപ്പിക്കുന്ന എഴുതുക: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യന് മരണമുറപ്പാണെങ്കിൽ കർത്താവിൽ മരിക്കണമെന്ന് വരികിൽ കർത്താവിൽ ജനിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രിയമാതാവ് തനിക്ക് ദൈവം കൊടുത്ത ഈ ആയുസ്സിൽ കർത്താവിൽ വീണ്ടും ജനിപ്പാൻ്റെ കവണ്ണം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ, കർത്തൃസന്നിധിയിൽ നിദ്ര പ്രാപിപ്പാൻ്റെ കൊണ്ട് കർത്താവ് ഇടയാക്കി. നമുക്ക് നിരാശയ്ക്ക്, സങ്കടത്തിന് അവകാശമില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ അവൻ മുമ്പേ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊന്നിച്ച് മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിൽ പിന്നെയും പ്രിയമാതാവിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ കോണം ഇടയായി തീരേണ്ട ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുന്നു. എല്ലാവരെയും സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. തുടർന്ന് മിസ്റ്റർ ജോസഫ് സി ജോസഫ്, പാസ്റ്റർ പോൾ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന് ഓരോ വാക്കുകളിൽ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിപ്പാൻ ഇടയാക്കി തീർത്തു. മലയാളികൾ സാധാരണ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത, ഉത്തര ധ്രുവത്തിൻ്റെ അടുത്ത് വരെ ഈ കുടുംബത്തിൽ നിന്നും അമ്മച്ചിക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ സുവിശേഷമായി പോകുവാൻ ഇടയായി തീർന്നു. കാനഡയുടെ വടക്കേ അറ്റം വരെ യേശുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ ഈ അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഉത്സാഹിതരായിരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ ആർക്കും സുവിശേഷം കൊണ്ട് കടന്നു ചെല്ലുവാൻ ബുദ്ധിമുട്ടുള്ള ഒറീസയിലും ഒരു വലിയ സ്ഥാപനം ഉടലെടുക്കുവാനിടയായത്, തൻ്റെ കുഞ്ഞുങ്ങളെയും മരുമക്കളെയും ദൈവം ഉപയോഗിച്ചത് ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. നമുക്കേവർക്കും മാതൃകയുള്ള ആ ജീവിതം നമുക്ക് മാതൃകയാക്കാം എന്നുള്ള ആശംസയോടെ
ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ തിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവ ഇങ്ങനെ പറയുന്നു, നദിക്കക്കരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദേവന്മാരെയോ നിങ്ങൾ ഇഷ്ടമുള്ള ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ധൈര്യത്തോടെ, ഉറപ്പോടെ, നിശ്ചയത്തോടെ, ഒരു സംശയവുമില്ലാതെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തങ്ങളാൽ ആവത് ചെയ്യുവാൻ ഈ കുടുംബത്തിന് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അതിൻ്റെ അടിസ്ഥാന മൂലക്കല്ലുകൾ എന്ന പോലെ പിതാക്കന്മാർ, മാതാക്കൾ മക്കളെയും മരുമക്കളെയും ആ കുടുംബങ്ങളെയെല്ലാം അതേ നിലയിൽ നയിക്കുവാനും നടത്തുവാനും അതിനുള്ള പ്രോത്സാഹനവും ദൈവകൃപയും ദൈവം കൊടുത്തതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക കുടുംബങ്ങൾ ഭൗതികമായ നന്മകളും അതിൻ്റെ ഉയർച്ചകളൊക്കെ ഉണ്ടെങ്കിലും ആത്മീയ നിലയിൽ ശുഷ്കതയും നിർജീവത്വങ്ങളും നിർവീര്യത്വങ്ങളൊക്കെ നിലകൊള്ളുമ്പോൾ അതിന് അപ്പുറമായിട്ട് ആത്മീയ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ കുടുംബത്തിലെ എല്ലാവർക്കും കൊടുത്ത ദൈവിക അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആ വലിയ പദവി പ്രിയ മാതാവിന് ദൈവം കൊടുത്തതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവർക്കും ആശ്വാസം പകരട്ടെ. പിതാക്കന്മാർ, മാതാക്കൾ കാഴ്ചവെച്ച കാണിച്ച മാതൃകളെ പിൻപറ്റി നമ്മുടെ തലമുറകൾക്ക് ഇത് കൈപ്പറ്റുവാൻ, അത് കൈമാറുവാൻ ദൈവമായ കർത്താവ് കൃപ തരട്ടെ. എല്ലാവർക്കും ദൈവിക പ്രത്യാശയും ദൈവകൃപയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് തോമസ് സക്കറിയ, NCPF പട്ടം. അതിനെ തുടർന്ന് പാസ്റ്റർ ലാലു കുഷ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കുമ്മനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാൽ ഞങ്ങളുടെ വീട് കാണാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ കുമ്മനാട് ഫെലോഷിപ്പ് ആശുപത്രി കാണാം. ഈ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ദാസൻ ഫെലോഷിപ്പ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധവും ഉണ്ട്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്താണ് ഈ ചെറുകാലായിൽ ഭവനത്തിൽപ്പെട്ട പലരും പെന്തക്കോസ്ത് കൂട്ടായ്മയിലുണ്ട്. ഇപ്പം ഞങ്ങളും പെന്തക്കോസ്ത് കൂട്ടായ്മയിലുണ്ട്. ഈ ഉണർവ് കാലത്ത് പിന്നെ ഈ ഭവനം മൊത്തത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അന്ന് പഴയ ഭവനത്തിൽ വെച്ച് നടന്ന ഒരുപാട് കൂട്ടായ്മ യോഗങ്ങളിൽ ഞാനും സംബന്ധിച്ചിട്ടുണ്ട്. ഈ പുതിയ വീട് പണിതതിന് ശേഷം ഞാൻ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഞാനും നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുമ്പേ ഇവിടെ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ ഈ ഭവനത്തിൽ എത്തണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുകയും പ്രാർത്ഥിക്കുകയും ഇന്ന് ഈ പകൽക്കാലത്ത് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്, ഈ പ്രിയ മാതാവിൻ്റെ മകൻ പാസ്റ്റർ മാത്യൂസ് കുരുവിളയും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സഭാവ്യത്യാസം കൂടാതെ ദൈവദാസന്മാരും ദൈവമക്കളും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളൊരു പ്രാർത്ഥനാക്കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാക്കൂട്ടത്തിൻ്റെ പേര് നാഷണൽ കരിസ്മ പ്രയർ ഫെലോഷിപ്പ് എന്നാണ്. ഞങ്ങൾക്ക് സഭാവ്യത്യാസമില്ല. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം മാസത്തിലൊരിക്കൽ ഞങ്ങൾ വിവിധ ഭവനങ്ങളിൽ വെച്ച്, വിവിധ സഭാ ഹാളിൽ വെച്ച് എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന നടത്തും.
അപ്പോൾ കഴിഞ്ഞ ദിവസം വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ട് വിധത്തിൽ ഞാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒന്ന്, വ്യക്തിപരമായ നിലയിൽ ഈ ഭവനത്തോടുള്ള അടുപ്പത്തിൽ. രണ്ടാമത്, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള അനുശോചനവും രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മാതാവിനെക്കുറിച്ച്, ഈ ഭവനത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാം അതിപ്പോൾ വിവരിച്ച് പറയാനുള്ള സമയമില്ല. പക്ഷേ ഒരു വാചകത്തിൽ പറഞ്ഞാൽ, നല്ല കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം പുലർത്തിയ ഒരു മാതാവായിരുന്നുവെന്ന് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതകാലത്ത് നമുക്ക് കർത്താവിന് വേണ്ടി എങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കാം, സാക്ഷിയായിട്ട് നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഈ ഭവനം. ആ മാതൃകയുടെ ഉദാഹരണമാണ്. അപ്പോൾ ഈ യാത്രയയപ്പ് വേളയിൽ പ്രിയ മാതാവിനെ നമ്മൾ യാത്ര അയക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ബഹുമാനപരസ്പരം ഓർക്കാൻ കഴിയുന്ന വലിയൊരു സത്യം, ഒരു നല്ല സാക്ഷിയായി കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും പിന്നെ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് അന്ന് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരോട് പറയുകയുണ്ടായി. അതേ സാക്ഷ്യം മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാതാവിൻ്റെ മക്കൾക്കും ആ സാക്ഷ്യം പുലർത്താനായിട്ട് സാധിച്ചു. ആ ദൈവത്തിൻ്റെ കൃപയോർത്ത് സ്തോത്രം ചെയ്യാം. നമുക്കും കർത്താവ് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരട്ടെ, ദൈവനാമം മഹിമപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മച്ചിയുടെ ശാരീരിക വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ സകലവും ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് ചെയ്തതെല്ലാം ഭംഗിയാണ്. എന്നാൽ ദൈവം നൽകിയതായ ആത്മാവ് അതെത്തേണ്ട സ്ഥാനത്ത് അതിൻ്റേതായ നിലയിൽ എത്തിക്കുവാൻ കഴിഞ്ഞ 85 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈ പ്രിയ അമ്മച്ചിക്ക് കർത്താവ് അവസരം ഒരുക്കി കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഭവനവുമായിട്ട് പ്രിയ അപ്പച്ചനുള്ളതായ കാലം മുതൽ ആ ഒരു നല്ല സ്നേഹബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഈ പ്രിയ ഭവനം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഈ ദേശത്ത് നിന്ന് വേർതിരിക്കപ്പെട്ടതായ സമയം മുതൽ കർത്താവിൻ്റെ നാമം